ഹലോ നമസ്കാരം. താരാസൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 2-3 ചെറിയ റെസിപ്പീസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ഇഞ്ചി തൈരാണ്. അപ്പോൾ ഞാനിത് പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ വേനൽക്കാലത്ത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഈ തൈരിൽ നമ്മൾ കൂടുതൽ ഇഞ്ചിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് എടുത്തിട്ട് ചതച്ചെടുക്കണം. പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഞാൻ അരിഞ്ഞാണ് എടുത്തേക്കണത്. അതിൽ കൂടി ആദ്യം നമ്മൾ ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കാം. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഇഞ്ചി തൈര് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കറിയാണിത്. പിന്നെ ഇതിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ വേറെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ തൈര് കറി വെക്കുമ്പോൾ വേറെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് തേങ്ങ അരച്ചൊക്കെ ഇട്ടിട്ടുള്ള കറി വെക്കണം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു ചാറ് കറിയായിട്ട് ഉച്ചക്ക് ലഞ്ചിന് ചാറൊന്നും കൂട്ടാനില്ലെങ്കിൽ തൈരുണ്ടെങ്കിൽ ഇത്രയും മതിയാകും. ഉള്ളിയൊന്നും ഇട്ടില്ലെങ്കിലും ഇഞ്ചി കൂടുതലിട്ടിട്ട് കടുക് പൊട്ടിച്ചായാലും മതി. അപ്പോൾ ഞാനിത് ഈ തൈരിന് കട്ടി തൈരാറുന്ന പിന്നെ ഇച്ചിരി പുളിയുമുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് ഒഴിച്ചേറിയായിട്ട് കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാകത്തിന് ഉപ്പും പുളിയൊക്കെ പാകത്തിനായിരുന്നു. അപ്പോൾ നമുക്ക് ഒഴിച്ച് കറി കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ നമുക്ക് വേറെ കറി ആയിട്ട് വൻപയറാണ് കറി വയ്ക്കണത്. വൻപയറും ഏത്തക്കായയും കൂടി കൂട്ടി ഞാൻ എരിശ്ശേരിയാണ് വെക്കണത്. അപ്പോൾ അതിനുവേണ്ടി വൻപയർ കുക്കറിലിട്ടിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ടായിരുന്നാണ് ഞാൻ കുതിർന്നതാണ്. അപ്പോൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സവാള ഇത്രയും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 2-3 വിസിൽ മതിയാകും. കുതിർത്തേക്കണ കാരണം കൂടുതൽ വേകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വൻപയറിൽ നമ്മൾ സവാളയും പച്ചമുളക് അരിഞ്ഞിടുമ്പോഴാണ് വൻപയറിൽ കടലയിലായാലും പച്ചക്കറിയിലായാലും നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിടുമ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് കായ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്, കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറ പോകാൻ വേണ്ടി. പിന്നെ അതിലേക്ക് നമ്മൾ ഒരരപ്പ് തയ്യാറാക്കണം. തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയർ വെന്തിട്ട് നമ്മൾ പകുതി എടുത്ത് അതിലേക്ക് കായയും കൂടി ഇട്ട് വേവിച്ച് അത് കറിയായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഇതിൽ വേറെ പുളിയൊന്നും ചേർക്കില്ല. ഞാൻ എരിശ്ശേരിയാണ്, കായയും പയറും എരിശ്ശേരിയായിട്ടാണ് വെച്ചേക്കണത്. മത്തങ്ങയും പയറും വെക്കണ പോലെ തന്നെ. അപ്പോൾ ഇതിൽ ചെറിയുള്ളിയും ജീരകമൊക്കെ ചേർക്കണം. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തേങ്ങരപ്പൊക്കെ ചേർക്കുമ്പോൾ. പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ അടിപൊളി പയർ കായ എരിശ്ശേരി റെഡിയാണ്. നല്ല അടിപൊളി കറിയാണിത്. പിന്നെ നമ്മൾക്ക് കുറച്ച് പയറെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മെഴുക്ക് വരട്ടിയും വെക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പച്ചക്കറികൾ. മെഴുക്ക് വരട്ടിക്ക് വെളുത്തുള്ളി കൂടുതലെടുക്കണം. ചെറിയ ഉള്ളിയുമാണ് ടേസ്റ്റ്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതാണ്. വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതാണ് പയർ മെഴുക്ക് വരട്ടി. അപ്പോൾ അതും റെഡിയാണ്. പിന്നെ നമുക്കൊരു ജ്യൂസും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇത് സംസം എന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഈ ഫ്രൂട്ട്. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. കപ്പങ്ങയുടെയൊക്കെ പോലെയാണ് ഇത് അരിഞ്ഞെടുക്കുമ്പോൾ. പക്ഷേ ജ്യൂസ് അടിച്ച് പഞ്ചസാര ഇട്ട് വേറെ ഒന്നും ചേർക്കാതെ ഞങ്ങളിത് ജ്യൂസ് അടിച്ച് ഇപ്പോൾ കുരുവൊക്കെ ഉള്ള കാരണം ഒന്ന് അരിച്ചെടുക്കേണ്ടി വന്നു. പക്ഷേ ഇത് നല്ല അടിപൊളി ജ്യൂസായിരുന്നു. നല്ല തണുത്ത വെള്ളത്തിൽ ജ്യൂസ് അടിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ജ്യൂസൊക്കെ അടിച്ച് നോക്കുക. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇങ്ങനത്തെ ഇത്തരം കറികളും ജ്യൂസൊക്കെയാണ് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ജ്യൂസായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഫ്രൂട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും വാങ്ങി കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.